प्रभु का धन्यवाद करूंगा. കരങ്ങൾ ഉയർത്തി കർത്താവിന് മഹത്വം കൊടുത്തോട്ടെ. हाथों को उठाकर परमेश्वर की महिमा कीजिए. ശക്തിയോടെ, पूर्ण सामर्थ्य से, ബലത്തോടെ. पूर्ण बल से. ആമേൻ, ആമേൻ. കർത്താവ് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. प्रभु यीशु मसीह के नाम में आप सभी को प्रेम भरा वंदन. ഓൾട്ടർ എന്ന് പറയുന്നത് ഒരു ചെറിയ സബ്ജക്റ്റ് അല്ല. ये याग की वेदी, ये जो है एक छोटा विषय नहीं है. കവനന്റ്, ഉടമ്പടി എന്ന് പറയുന്നതും ഒരു ചെറിയ വിഷയമല്ല. और वाचा ये भी एक छोटा विषय नहीं है. ഉടമ്പടിയിൽ ആരംഭിച്ച പുസ്തകമാണ് വേദപുസ്തകം. परमेश्वर का वचन वो पुस्तक है जो वाचा के द्वारा शुरुआत हुआ है. ഉടമ്പടിയിലാണ് വെളിപ്പാട് പുസ്തകം അവസാനിക്കുന്നത്. और प्रकटीकरण का जो रेवलेशन का पुस्तक है वो वाचा बांधने के द्वारा ही उसका समाप्त होता है. प्रकाशित वाक्य. ഉൽപ്പത്തിയിൽ ദൈവം ആരംഭിച്ചതാണ് ഓൾട്ടർ, യാഗം. और उत्पत्ति के पुस्तक में परमेश्वर ने याग के वेदी का शुरुआत किया. ഏറ്റവും വലിയ വേദി, യാഗ സ്ഥലം, യാഗവസ്തു ഇതെല്ലാം ഒരുക്കിയത് നമ്മുടെ പിതാവായ ദൈവം. और सबसे उत्तम याग का वेदी और याग का वस्तु हमारे पिता परमेश्वर ने तैयार किया था. അതിനകത്തൊന്നല്ല ഞാൻ ഇന്ന് പകല് ശുശ്രൂഷിക്കുന്നു. आज सुबह उस भाग से मैं सेवकाई नहीं करना चाहता. നമ്മൾ ഇവിടെ ഇരിക്കുന്നതിന്റെ കാരണം തന്നെ ഉടമ്പടി യാഗവും. और हम यहाँ पर है बैठे हैं उसका एक कारण वो उस वाचे के कारण है. നമ്മൾ അനുഭവിക്കുന്ന സകലതിന്റെയും കാരണം യാഗമാണ്. और जो भी हम अनुभव कर रहे हैं उस सब का कारण वो याग का वाचा है या वेदी है. യാഗത്തിൽ കൂടെ കിട്ടിയതേ ഉള്ളൂ നമുക്ക്. और हमने जो भी प्राप्त किया है वो उस याग के कारण ही हमने प्राप्त किया है. യാഗത്തിൽ കൂടെ കിട്ടാൻ കാരണം ലോകത്തിൽ വെച്ച് സ്വർഗത്തിലും ഭൂമിയിലും സകല മണ്ഡലത്തിലും വെച്ച് വെക്കാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് യാഗവസ്തു വെച്ച ഇടമാ കൽവറി. और वो कलवरी वो वैसा जगह है जहां पर स्वर्ग में और धरती में जो भी है अगर हमको उससे प्राप्त करना है उसका जो है उत्तम याग वो कलवरी पर दिया गया था. ഇനി അതിനേക്കാൾ ബെസ്റ്റ് ഒരെണ്ണം വെക്കാനില്ല. और उससे उत्तम अभी कोई चीज रखने के लिए है ही नहीं. അതിനേക്കാൾ വിലയേറിയതൊന്നും വെക്കാനില്ല. और उससे मूल्यवान याग की वस्तु और कुछ है ही नहीं. അതിനേക്കാൾ ശ്രേഷ്ഠമായതൊന്നും വെക്കാനില്ല. और उससे श्रेष्ठ कुछ याग की जो वस्तु है रखने के लिए है ही സ്വർഗം नहीं. മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നതിനെ അവിടെ കൊണ്ടുവച്ച്, और स्वर्ग जिसके अंदर पूर्णता में भरा चुका है उसको उस याग के वेदी पर लाकर रुकाया. അതുകൊണ്ടാണ് അയോഗ്യരായ നമ്മൾ യോഗ്യരായി മാറുന്നത്. और इसके लिए हम जो अयोग्य थे हम इस योग्यता को प्राप्त कर पाए. വിലയില്ലാത്ത നമ്മൾ വിലയുള്ളവരായി മാറി. और हम जो मूल्यवान नहीं थे हमको मूल्य दिया गया. ഇരുട്ടിന്റെ മക്കൾ വെളിച്ചത്തിന്റെ മക്കളായത്. जो अंधकार के संतान थे वो ज्योति के संतान बन गए. അപ്പനില്ലാത്ത നമ്മൾ അപ്പനുള്ളവരായി और മാറി. हम जो पिता हमको जो नहीं था, जो हम अनाथ थे, हमको जो है अभी एक पिता है. അഡ്രസ് ഇല്ലാത്ത നമ്മൾ അഡ്രസ് ഉള്ളവരായി മാറി. हमको जो है एक व्यक्तित्व नहीं था पर हमको अभी एक व्यक्तित्व है. സ്വന്തമായി വീടില്ലാത്തവർ സ്വന്തമായി വീടുള്ളവരായി മാറി. जिनको खुद का घर नहीं था अभी उनको खुद का घराना है. ശ്രേഷ്ഠകരമായ ഒരു വീടിന്റെ ഉടമയായി മാറി. हम जो एक श्रेष्ठ घराने के विरासत जो है उसके वारिस बन गए. ഓ മൈറ്റി ജീസസ്. നിങ്ങൾക്കെല്ലാവർക്കും, പക്ഷെ എനിക്കൊണ്ടൊരു നല്ല വീട്. आपको नहीं होगा पर मेरे लिए एक श्रेष्ठ घराना बन रहा എന്റെ है. വീട് അതിമനോഹരം. और मेरा वो घर जो है बहुत सुंदर है. ഞാൻ താമസിയാതെ ആ വീട്ടിൽ പോകും. और बहुत जल्द ही मैं उस घर में जाऊंगा. കാരണം എന്നെ കൊണ്ടുപോകുവാൻ അതിന്റെ ഉടമ വരുന്നുണ്ട്. क्योंकि मुझे लेकर जाने के लिए मेरा मालिक आ रहा है. ഞാനും അദ്ദേഹവും കൂടെ അവിടെ പാർക്കും. मैं और मेरा मालिक उस घर में എനിക്ക് रहेंगे. അതിനകത്ത് ഒരു സംശയമില്ല. और उस बात में मुझे कोई शंका नहीं ഇപ്പൊ है. സംഭവിച്ചാൽ ഞാൻ ഇപ്പൊ അവിടെ എത്തിയിരിക്കും. पर अभी भी उसका आगमन होगा तो मैं अभी उस घर पर जाकर रहूंगा. എനിക്ക് അത്രയ്ക്ക് ധൈര്യമുണ്ട്. मुझे उतना धैर्य है കാരണം ഞാൻ ആരാണെന്ന് എനിക്കറിയാം. क्योंकि मुझे पता है कि मैं कौन हूँ. അതിന്റെ അർത്ഥം എന്റെ അപ്പൻ ആരാന്ന് എനിക്കറിയാം. और उसका अर्थ ये है कि मेरा पिता कौन है ये मैं जानता हूँ. എത്ര പേർക്ക് തന്റെ ഉണ്ട് നിങ്ങളുടെ അപ്പൻ ആരാന്ന്? कितने लोग को धैर्य है कि ये जानकारी में कि आपका पिता कौन है. आमीन.
എൻ്റെ ചോദ്യം, मेरा सवाल, അപ്പൻ ആരാണെന്ന് തൻ്റെ ഇടം ഉണ്ടെങ്കിൽ അപ്പൻ്റെ ഏതൊക്കെ ക്വാളിറ്റി നിന്നിലുണ്ടെന്നുള്ള ഉറപ്പും കൂടെ വേണം. जब आपको ये यकीन है कि आपका पिता कौन है, उसी समय पिता के अंदर के गुण जो आपके अंदर है उसके बारे में भी आपको यकीन से जानकारी होनी चाहिए. അപ്പനെ കുറിച്ച് എനിക്കറിയാം, എൻ്റെ അപ്പൻ ആരാമെന്ന് അറിയാമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. आप मेरा पिता कौन है ये मैं जानता हूं, सिर्फ ये कहना काफी नहीं है, അപ്പൻ്റെ എന്തോ ക്വാളിറ്റി ഉണ്ടെന്ന് പറ. पर वो पिता का कौन सा गुण है तेरे अंदर. ഞാൻ ബൈബിളിൽ നിന്ന് ഒരു കാര്യം പറയാം. वचन में से मैं आपको एक बात कहूंगा. ദൈവത്തിന്റെ ജനമാണ് ഇസ്രായേൽ എന്ന് പറയുന്നത്. इस्राएल जो है वो परमेश्वर के झुंड है. പുറപ്പാട് പുസ്തകത്തിൽ പറയുന്നത് ദൈവത്തിന്റെ ആദ്യജാതനാണ് ഇസ്രായേൽ എന്ന്. और निर्गमन के पुस्तक में ऐसा कहा गया है कि इस्राएल जो है परमेश्वर का पहलौठा है. മോശയോട് അങ്ങനെ പറഞ്ഞത്. और मूसा से परमेश्वर ने वैसे ही कहा, ഇസ്രായേലിന്റെ ആദ്യജാതൻ. और इस्राएल जो है वो मेरा पहलौठा है. അപ്പൊ ഇസ്രായേൽ ആരാ? तो इस्राएल कौन है? ദൈവത്തിന്റെ മക്കൾ, परमेश्वर के बच्चे. ഉറപ്പാന്നല്ലോ. आपको यकीन है? ദൈവം മനുഷ്യനായിട്ട് ഈ ഭൂമി വന്നിട്ട് അറിയാതെ പോയതാരാ? और परमेश्वर इस धरती पर जो है मनुष्य का रूप जब धारण किया, उसे ना जाने हुए झुंड कौन थे? അവരാരെന്നാ പറഞ്ഞ ബൈബിള്? पर परमेश्वर का वचन क्या कहता है कि वो इजरायली कौन थे? ദൈവത്തിന്റെ മക്കൾ. वो परमेश्वर के बच्चे थे. എന്നിട്ട് ദൈവത്തിന്റെ പൊന്നോമന പുത്രൻ ഇവിടെ വന്നിട്ട് അറിഞ്ഞില്ലെന്ന്. फिर भी परमेश्वर का मूल्य पुत्र जो है, इकलौता पुत्र आया, फिर भी वो उसे समझ नहीं पाए. പേരെന്തോ മക്കൾ? उनका नाम जो है बच्चे में है. കർത്താവ് അതുകൊണ്ട് എന്തു പറഞ്ഞെന്നറിയാം? മുഖത്ത് നോക്കി. इसके लिए उनके मुंह को देखकर परमेश्वर ने क्या कहा पता है? ദൈവരാജ്യത്തിന് നിങ്ങൾ അന്യരാന്ന് പറഞ്ഞു. जो है परमेश्वर के राज्य के संबंध में आप अनजान हो. അവരെ നോക്കിട്ട് പറഞ്ഞു നിങ്ങൾ അന്യരാന്ന്. और उन्हें देखकर कहा कि जो है तुम अनजान हो इस विषय में. കൊരിന്ത്യ റോമാലേഖനം അനുസരിച്ചിട്ടാണെങ്കിൽ और रोमियो के पत्री के आधार पर അവരെ ഓടിച്ചാൻ കളഞ്ഞു. जो है उनको तोड़ दिया, ഒടിച്ച് കളഞ്ഞു. उन्हें तोड़कर फेंक दिया. ഒടിച്ചെന്ന് പറഞ്ഞാൽ അർത്ഥമാകത്തില്ല. ഒടിച്ച് കളഞ്ഞു. उन्हें तोड़ा और फेंक दिया. അവരിപ്പോ അവിടെ ഇല്ല. और अभी वो उस स्थान में नहीं है. എന്നിട്ട് അവിടോട്ട് और उस കാട്ടിക്കടന്നതിനെ ഓടിച്ചെടുത്ത് ഒട്ടിച്ചു. और उस जगह पर जो जंगली झाड़ी थे उनको उधर से निकाल के इस जो है शुद्ध झाड़ी के ഞാൻ साथ എൻ്റെ जो വാക്കി जोड़ दिया. പറയാം. मेरे शब्दों में मैं कहूंगा, വീട്ടിൽ കിടന്നതിനെ ഓടിച്ചെടുത്ത് കളഞ്ഞു. जो घर में था उनको तोड़कर फेंक दिया, എന്നിട്ട് പുറത്ത് കിടന്നതിനെ അകത്ത് കയറ്റി. और जो बाहर थे उनको घर के अंदर लाकर जोड़ दिया. आमीन. വീട്ടുകാരനല്ലാത്തതിനെ അകത്ത് കയറ്റി. जो घर का नहीं था उसे घर के अंदर लाया, എന്നിട്ട് സ്വന്തം എന്ന് പറഞ്ഞു. और फिर वो मेरा है वो ऐसे कहा. അതാണ് എന്റെ നിന്റെ യോഗ്യത. और वो है आपका और मेरा योग्यता. അന്യൻ, പരദേശി, ഇരുട്ടിന്റെ മക്കൾ. हम जो है अनजान थे, अन्य थे, जो है अंधकार के संतान थे എന്ന് പറഞ്ഞ് മാറ്റി നിർത്തിയവരാ നമ്മൾ. और ऐसा सब कहकर जो है हमारा तिरस्कार किया गया था. ദൈവം എന്താ ചെയ്തേ? परमेश्वर ने क्या എന്റെ किया? മക്കൾ എന്ന് പറഞ്ഞ ഇസ്രായേലിനെ और इस्राएल जो मेरे बच्चे हैं जो कहला रहे थे, അവരുടെ ഇടയിലോട്ട്, उनके बीच में വേൾഡിലോട്ടല്ല വിട്ടേ, परमेश्वर ने जो है दुनिया में नहीं उसे भेजा, അവരുടെ ഇടയിലോട്ട് വിട്ടു. पर उनके बीच में परमेश्वर ने उसे भेजा. ആരെ? തന്റെ ഏകജാതനായ പുത്രനെ. किसे भेजा? उसके इकलौते पुत्र को भेजा. ഒരു കൊച്ചു ഏറിയയിലോട്ടാ വിട്ടേ. एक छोटे क्षेत्र के अंदर उसे भेजा था. അതിന് പുറത്തോട്ട് യേശു പോയില്ല. और उस क्षेत्र के पार यीशु मसीह नहीं गया. അതിന് പുറത്തോട്ട് യേശു സഞ്ചരിച്ചില്ല. और उस क्षेत्र के पार कभी यीशु ने सफर ही नहीं किया. യേശു അവിടെ പറയുന്നുണ്ട്, ഞാൻ ഇവർക്ക് വേണ്ടിയാ വന്നേ. यीशु मसीह कहता है कि मैं इस झुंड को ढूंढ कर आया हूं. ശമരിയ പോന്നേരം വേണ്ട, നമുക്ക് ഇപ്പൊ ശമരിയിലോട്ട് പോണ്ട. शमरिया में जब जो जा रहे थे, यीशु ने कहा कि नहीं, अभी वहां पर नहीं जाना है. ശമരിയ അല്ല നമ്മുടെ ടാർഗറ്റ്. अभी हमारा लक्ष्य समरिया नहीं है. നമ്മുടെ ഈ ടാർഗറ്റ്, हमारा अभी का लक्ष्य, ഞാൻ എപ്പോഴും പറയാറുണ്ട്, मैं हर वक्त ये कहता हूं, 33.5 വയസ്സ് ടാർഗറ്റ് ഇസ്രായേലായിരുന്നു. जो है 33.5 साल के लिए यीशु का लक्ष्य इस्राएल था. അതിനു ശേഷമുള്ള മുഴുവൻ ടാർഗറ്റ് നമ്മളാ. पर उसके बाद का जो भी लक्ष्य था वो सब आप और मैं थे.
3 ദിവസം കൊണ്ട് വേൾഡ് മുഴുവൻ അവൻ സ്വന്തമാക്കി. 3 दिनों के अंदर ये दुनिया को पूरा परमेश्वर ने अपना कर लिया. 33.5 വയസ്സുകൊണ്ട് ഒരു കൊച്ചു ഗ്രൂപ്പിനെ സ്വന്തമാക്കാൻ കഴിഞ്ഞില്ല. 33.5 साल परमेश्वर एक छोटे झुंड को अपना नहीं पाया. സ്വന്തം വീട്ടുകാരെ സ്വന്തമാക്കാൻ കഴിഞ്ഞില്ല. खुद के घराने के लोगों को अपना नहीं पाया. പക്ഷെ 3 ദിവസം കൊണ്ട് पर 3 दिनों के अंदर ലോകത്തെ മുഴുവൻ അവൻ സ്വന്തമാക്കി. इस पूर्ण दुनिया को उसने अपना लिया. आमीन. എത്ര പേർക്ക് മനസ്സിലാവുന്നു? कितने लोग ये समझ पा रहे हैं? 3 ദിവസം കൊണ്ട് सिर्फ 3 दिनों के अंदर കാൽവറി എന്ന് പറയുന്ന 3 ദിവസം കൊണ്ട് कलवरी पर वो जो 3 दिन था, തന്റെ ശരീരത്തിലുള്ള മുറിവ് കൊണ്ട്, उसके शरीर में जो उसने कोड़े खाए, തന്റെ സങ്കടം കൊണ്ട്, उसके दुख के कारण, തന്റെ വേദന കൊണ്ട്, उसके जो है दर्द के कारण, പ്രയാസം കൊണ്ട്, उसके जो है चोट के कारण और उसका बोझ जो ഈ था उसके ലോകം कारण മുഴുവൻ അവൻ സ്വന്തമാക്കിയെന്ന് उसने इस दुनिया को पूरा अपना लिया. അവന്റെ സഹനത്തിന്റെ മകനാ നമ്മൾ, മക്കളാ നമ്മൾ. हम जो है उसने जो सहन किया उसके कारण पैदा हुए बच्चे हैं हम. അവന്റെ ജനനം കൊണ്ട് കിട്ടിയ മക്കളല്ല നമ്മൾ. और जो है जन्म से जो है हमने प्राप्त किया वो बच्चे नहीं है हम. പകരം അവന്റെ സഹിച്ചത് കൊണ്ട് കിട്ടിയ മക്കളാ നമ്മൾ. पर उसने वो दर्द को सहा, उसके लिए हम बच्चे उत्पन्न हो पाए. कितने लोग ये समझ पा रहे हैं? कितने लोग ये समझ पा रहे हैं? സഹിക്കേണ്ടതല്ല അവൻ സഹിച്ചെന്ന്. जो भी सहना था वो सब परमेश्वर ने सह लिया, നീ സഹിക്കാൻ വേണ്ടിട്ടല്ല, ताकि आप ना उसे सह നീ पाए, മകനാകാൻ വേണ്ടി. पर आप जो है उसके संतान बन पाए. इसलिए എത്ര പേർക്ക് മനസ്സിലാവുന്നുണ്ട്? कितने लोग ये समझ पा रहे हैं? എത്ര പേർക്ക് മനസ്സിലാവുന്നുണ്ട്? कितने लोग ये समझ पा നീ रहे हैं? അടി കൊള്ളാൻ വേണ്ടിട്ടല്ല അവൻ സഹിച്ചത്. जो है आप मार खाए इसके लिए नहीं उसने दर्द सहा, നീ തകരാൻ വേണ്ടിട്ടല്ല അവൻ സഹിച്ചത്. आप नाश हो जाए इसके लिए नहीं उसने दर्द നീ सहा, ഉദയാൻ വേണ്ടിട്ടല്ല അവൻ സഹിച്ചത്. आप टूट जाए इसलिए नहीं उसने दर्द सहा, പകരം നീ മകനാകാൻ വേണ്ടി, पर आप संतान बने इसलिए उसने നീ सहा, ഭവനക്കാരനാകാൻ വേണ്ടി, आप उसका घराने के बन जाए इसलिए നീ सहा അവന്റെ उसने, നിവാസമാകാൻ വേണ്ടി. आप उसका निवास स्थान बन जाए इसके लिए वो दर्द सहा. ഇസ്രായേലേ നിന്റെ ആലയം ഒന്ന് ശുദ്ധീകരിക്കാൻ അവൻ ചോദിച്ചു. इस्राएल तेरे मंदिर को जो है शुद्धि कर दे उसके लिए उसने तुझसे बातें की थी, നീ അവനെ ആലയത്തിലിട്ട് നിന്ദിച്ചു. और उसे जो है मंदिर के अंदर उसका निंदा की. ഞാൻ ഈ പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ जो मैं നിങ്ങൾക്ക്? कह रहा हूं कि आप समझ पा रहे हो? അവനെ ആലയത്തിലിട്ട് നിന്ദിച്ചു. मंदिर के अंदर ही उसकी निंदा की, അവൻ എഴുതിയ നിയമം വെച്ചിട്ട് അവനെ ചോദ്യം ചെയ്തു. और जो व्यवस्था उसने लिखी थी उस व्यवस्था को रखकर उसके खिलाफ നീ सवाल पूछे. ചോദിക്കുന്ന നിയമം അവനാ. और आप जो नियम के बारे में पूछ रहे हैं वो नियम वो परमेश्वर है, അവൻ വചനമാണ്. क्योंकि वो वचन है. വചനത്തിനകത്തുള്ള ഒരാളല്ല ക്രിസ്തു. और मसीह जो है वचन के अंदर रहने वाला एक व्यक्ति नहीं है, പകരം അവൻ വചനമാണ്. पर मसीह ही वचन है അവനാ വചനം. और परमेश्वर ही वचन है. ആ വചനം വെച്ചിട്ട് അവനെ നീ ചോദ്യം ചെയ്തു. और वो वचन को रखकर तूने उससे सवाल पूछे. നീ അവനെ പുറത്താക്കാൻ ശ്രമിച്ചു. तू उसे बाहर निकालना चाहता था, അവനെ തെള്ളിയിട്ട് കൊല്ലാൻ നോക്കി. तू जो है उसको धक्का देकर मार देना चाहता था, അവനെ കല്ലെറിയാൻ നോക്കി. तू उसे पत्थर मारना चाहता था, അവനെ തുപ്പി നീ. तू उसके मुंह पर थूकना അവനെ चाहता था, തകർത്തു നീ. और तू उसे नाश कर रहा था. എന്തിനാണെന്നറിയോ? क्यों पता है? वो सह रहा था നിന്നെ ഒഴിവാക്കി ताकि तुझे हटा दिया जाए, അവിടെ എന്നെ മകനാക്കി വെക്കാൻ. और वहां पर मुझे और आपको वहां पर संतान बचाए, और वहां पर मुझे जोड़ कर रखने के लिए. എത്ര പേർക്ക് ആ ദൂത് കേട്ടിട്ട് നിങ്ങൾക്ക് कितने लोग वो वाणी को सुनकर എന്നെ കയറ്റി അവിടെ വെച്ചു. मुझे उस स्तर पर रख दिया. നിങ്ങൾ ഇരിക്കേണ്ടിടത്തല്ല ഇപ്പൊ ഇരിക്കുന്നതെന്ന് ഓർക്കുക. आप ये याद रखें, आपको जहां पर सच्चाई में बैठना चाहिए था आप उस स्थान നിങ്ങൾ पर नहीं हो. അർഹിച്ചിടത്തല്ല നിങ്ങൾ ഇരിക്കുന്നത്. आप योग्य हो उस स्थान पर नहीं बैठे हो. आप മറ്റൊരാൾ ഇരുന്നിടത്താ നീ ഇരിക്കുന്നതെന്ന് ഓർക്ക്.
पर एक स्थान पर जो दूसरा व्यक्ति बैठा था उस स्थान पर आपको बिठाया गया है। നീ ആരാ? आप कौन हो? പ്രാർത്ഥനയെ കുറിച്ച് പറയുമ്പോൾ കർത്താവ് പറഞ്ഞു, യാചിപ്പീൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും. और प्रार्थना के बारे में जब यीशु मसीह कह रहा था, वो कहता है कि तुम पूछो तो तुम्हें प्राप्त होगा। ഹിന്ദിയിൽ എനിക്കൊന്നും മാങ്കോ അല്ലേ? तुम मांगोगे तो तुम्हें मिलेगा। മലയാളത്തിൽ യാചിപ്പീൻ എന്ന്, पर जो है मलयालम में जो है याचना करना वैसा लिखा गया है, പക്ഷെ ഇംഗ്ലീഷിൽ ആസ്ക് എന്ന്. पर इंग्लिश में जो है पूछना वैसा लिखा गया है। അവിടെ ഒരു വാക്ക് ഇങ്ങനെ പറഞ്ഞു, पर वहां पर ऐसा एक शब्द है, യാചിപ്പീൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും. तो कोई मांगता है तो उससे मिलता है। അത് ഒട്ടുമുക്കൊരു സുവിശേഷത്തിലുള്ള വാക്കാണ്. और वो एक वचन जो है हर एक सुसमाचार में हम पढ़ सकते हैं। എന്നാൽ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, पर मैं आपसे एक बात पूछना चाहता हूं, ഈ ലോകത്തിൽ इस दुनिया में ചോദിച്ചാൽ തരാവുന്ന ഏറ്റവും വലുതെന്താ? अगर हम पूछेंगे तो सबसे श्रेष्ठ बात जो दिया जाएगा वो क्या चीज है? ലോകത്തിൽ इस दुनिया ഈ में ലോകത്തിൽ നമ്മളായിരിക്കുമ്പോൾ जब हम इस दुनिया में हैं, ദൈവത്തോട് നമ്മൾ ചോദിച്ചാൽ, अगर हम परमेश्वर से मांगेंगे, ഇച്ചിരി ക്ലിയർ ആക്കുക, और मैं आपको स्पष्ट करके दे रहा हूं, ദൈവത്തോട് നമ്മൾ ചോദിച്ചാൽ अगर हम परमेश्वर से मांगेंगे, ദൈവത്തിന് തരാൻ പറ്റുന്ന ഏറ്റവും വിലയേറിയതെന്താ? परमेश्वर सबसे मूल्यवान चीज जो है वो दे सकता है, वो क्या चीज है? എന്റെ ചോദ്യം, അടുത്ത ചോദ്യം, अभी अगला मेरा सवाल ये है, ദൈവം തരാവുന്ന ഏറ്റവും വലിയത് തന്നു കഴിഞ്ഞോ അതോ ഇനിയും തരാനിരിക്കുന്നേ ഉള്ളൂ? तो सबसे मूल्यवान चीज जो परमेश्वर दे सकता है, क्या परमेश्वर ने वो दे दिया है कि परमेश्वर अभी वो देना बचा है? തന്നു കഴിഞ്ഞു, या वो दे दिया है, അതെന്തോ? और वो कौन है? അതെന്താണ്? वो क्या है? എടുത്തോട് പറയാതാരോ? इकलौता बेटा। ഏറ്റവും വിലയേറിയതെന്താ? सबसे मूल्यवान क्या है? കർത്താവ് യേശു ക്രിസ്തു. प्रभु यीशु मसीह। ആ യേശുവിനെയാ ദൈവം എടുത്തത്. और परमेश्वर ने वो यीशु को हमको दिया है। അപ്പൊ നമ്മൾ ചോദിക്കുന്ന ചോദ്യമല്ല അതിന് കീഴില്ല. तो हम जो भी मांगते हैं उससे, वो सब इस स्तर के नीचे है। എല്ലാ ചോദ്യങ്ങളുടെ ഉത്തരമായിട്ട് ആര് വന്നു? सारे सवालों का समाधान बनकर कौन आया? എല്ലാ ചോദ്യങ്ങളുടെ ഉത്തരമായിട്ട് ആരാ വന്നത്? सारे सवालों का उत्तर बनके कौन आया? यीशु मसीह। അപ്പൊ നമ്മൾ ഇനി എന്തോ ചോദിച്ചാലും तो अभी हम जो भी पूछेंगे, അതിന്റെ മേളിൽ ചോദിക്കാൻ പറ്റുമോ? क्या हम उस उत्तर के ऊपर मांग सकते हैं कुछ? അപ്പൊ ഏറ്റവും വലിയ ഉത്തരം തന്നു കഴിഞ്ഞില്ലേ? तो सबसे श्रेष्ठ उत्तर हमको दिया गया है। തന്നോ? दिया कि नहीं? ഇനി എന്റെ ചോദ്യം, अभी मेरा सवाल, ക്രിസ്തുവിനെ തന്നപ്പോ എല്ലാം ആയോ? क्या मसीह को जब दिया गया तो क्या सब पूर्ण हो गया? എന്താ റോമർ പറഞ്ഞു? रोमियो के पत्री में क्या कहा गया है? ക്രിസ്തുവിനോട് കൂടെ मसीह के साथ ഞാൻ സകലതും നിങ്ങൾക്ക് मैं आपको 8-ാം सभी, അധ്യായം റോമർ 8 रोमियो का पत्री 32 उसका 8वां अध्याय उसका 32वां आयत, रोमन्स चैप्टर 8 वर्सेस 32, जिसने अपने निज पुत्र को भी न रख छोड़ा परंतु उसे हम सबके लिए दे दिया, वह उसके साथ हमें और सब कुछ क्यों कर न देगा? അപ്പൊ അതിന്റെ അർത്ഥം, उसका मतलब, യേശുവിനെ ഈ ഭൂമിക്ക് കൊടുത്തപ്പോ जब यीशु मसीह को इस दुनिया के लिए दिया गया എന്തും കൂടെ കൊടുത്തത്? तो उसके साथ क्या दिया? फिर ഈ വാക്യം വെച്ചിട്ട് പറ. इस वचन के आधार पर आप कहिए, सब कुछ दे दिया। അപ്പൊ യേശുവിനെ മാത്രമല്ല ഈ ഭൂമിയിലോട്ട് തന്നെ, तो जब इस धरती को यीशु मसीह दिया गया, सिर्फ यीशु मसीह ही नहीं दिया गया था, സകലതും
കൂടെ തന്നു. पर उसके साथ सब कुछ दिया गया था. അപ്പൊ നീ യേശുവിനെ സ്വീകരിക്കുമ്പോ तो जब आप यीशु मसीह का स्वीकार करते हैं, എല്ലാം കൂടെ കിട്ടും. आपको सब कुछ प्राप्त होता है. आमेन. നീ ഒരു സൗഖ്യം ചോദിച്ചു, आप एक चंगाई के लिए पूछते हैं, നിനക്ക് കിട്ടിയത് യേശുവിന്. पर आपको यीशु मसीह मिला उत्तर. കൂട്ടത്തിൽ സൗഖ്യം पर उसके साथ चंगाई मिली സകലതും കൂടെ. और उसके साथ सब कुछ मिला. ഇതാണ് നമ്മുടെ രക്ഷ. वो है हमारा उद्धार. ചിലർ സൗഖ്യം ചോദിച്ചോണ്ടാ കയറി വന്ന്, कुछ लोग चंगाई को पूछकर अंदर प्रवेश ചിലർ किए. ബന്ധനം എഴുതണമെന്നും പറഞ്ഞോണ്ടാ കയറി വന്നു, कुछ लोग बंधन से छुटकारे को पूछकर अंदर ചിലർ आए. കടം മാറണമെന്നും പറഞ്ഞാ കയറി വന്നു, कुछ लोगों का कर्जा चुका दिया जाए इसके लिए वो ചിലരുടെ अंदर आए. പ്രയാസം മാറണമെന്നും പറഞ്ഞാ വന്നു. कुछ लोगों का संकट हट जाए इसके लिए वो പക്ഷെ कलीसिया में നിനക്ക് आए. യേശുവിനെ തന്നു, पर आपको यीशु मसीह दिया गया എല്ലാം. और उसके साथ सब कुछ दिया ഇതാണ് गया. നമ്മുടെ ദൈവം. ये है हमारा परमेश्वर. ഞാന് ഈ സംഭവം എന്നെ ദൈവം പഠിപ്പിക്കുമ്പോ और जब परमेश्वर मुझे ये विषय सिखा रहा था, ഡീറ്റെയിൽ ആയിട്ട് പിന്നീട് പഠിപ്പാ. इसके बारे में मैं विस्तार में फिर सिखाऊंगा. ദൈവം പറഞ്ഞ ഒരു കാര്യം എന്നെ വല്ലാതെ അങ്ങ് വേദനപ്പെടുത്തി. और परमेश्वर ने मुझसे ऐसी एक बात बांटी, वो मुझे बहुत दुख लाया. യോഹന്നാൻ 3:16 യേശുവിനെ തരുന്നത് എങ്ങനെയാണെന്ന് കർത്താവ് ദൈവം എഴുതിയേക്കുന്നത്, പിതാവായ ദൈവം. यूहन्ना का सुसमाचार 3 अध्याय उसके 16वें अध्याय में पिता परमेश्वर ने अपने पुत्र को कैसे दिया उसके बारे में हम पढ़ते हैं. क्योंकि परमेश्वर ने जगत से ऐसा प्रेम रखा कि उसने अपना इकलौता पुत्र दे दिया, ताकि जो कोई उस पर विश्वास करे वो नाश न हो परंतु अनंत जीवन पाए. ശ്രദ്ധിച്ചേ, ध्यान से सुनिए. പിതാവായ ദൈവം पिता परमेश्वर പുത്രനെ നമുക്ക് തന്നു. पुत्र को हमारे लिए दे दिया. അതിന്റെ അർത്ഥം എന്തുവാ? उसका मतलब क्या है? പിതാവിൻ്റെത് എടുത്ത് നമുക്ക് തന്നു. जो पिता परमेश्वर का था वो हमारे लिए दे दिया. आमेन. ഇപ്പൊ ഇനി നിന്റേതായത്. तो वो अभी आपका हो गया है. അതാകെ ആയിരുന്നു, वो पहले किसका था? പിതാവിന്റെ ആയിരുന്നു. वो पिता परमेश्वर का ഇപ്പൊ था. ആരുടെയാ? पर अभी वो किसका है? मेरा है. അത് നമ്മുടെ ആയി. वो अभी हमारा हो गया അപ്പൊ है. നമ്മൾ ആരുടേതായി? तो हम किसके हो गए? നമ്മൾ അവന്റേതായതിന് കാരണം എന്താ? और हम उसके बन गए, उसका कारण क्या है? അവന്റേത് നമ്മുടേതാക്കിയത് കൊണ്ടാ. पिता परमेश्वर का हमारा बना दिया, इसके लिए हम उसके बन गए हैं. അവൻ നമുക്ക് തന്നത് നീ സ്വീകരിച്ചെങ്കിൽ, उसने पिता परमेश्वर ने जो हमको दिया है, अगर आपने उसे स्वीकार किया നീ അവന്റേതാ. तो आप उसके बन गए हैं. ഇപ്പൊ യേശു എന്റേതാണെങ്കിൽ तो यीशु मसीह अगर मेरा है ഞാൻ ദൈവത്തിന്റെ. तो मैं पिता परमेश्वर का हूं. आमेन. ഞാൻ പറഞ്ഞു മനസ്സിലായോ? जो मैं कह रहा हूं क्या आप समझ पा रहे हैं? യേശു കർത്താവ് എന്റേതാണെങ്കിൽ यीशु मसीह अगर मेरा है, ഞാൻ പിതാവിന്റെ. मैं पिता परमेश्वर का हूं. ഇതാ ബന്ധം. ये है हमारा रिश्ता. आमेन. ഞാൻ പിതാവിന്റേതാണ്. मैं अगर पिता परमेश्वर का बनना हूं, ഞാൻ പിതാവിന്റേതാണ്. मुझे अगर पिता परमेश्वर का बनना है, ഓ പിതാവ് പുത്രനെ എനിക്ക് തന്നു. पिता परमेश्वर ने पुत्र को मेरे लिए दिया. പുത്രനെ നീ സ്വന്തമാക്കിയാൽ और जब पुत्र को आप स्वीकार करोगे, പിതാവിന്റേതായി മാറും. आप पिता परमेश्वर के बन जाओगे. എത്ര പേർക്ക് മനസ്സിലാവുന്നുണ്ട്? कितने लोग ये समझ पा रहे हैं? ഇനി പിതാവ് നമുക്ക് ആരെ തന്നു? पिता परमेश्वर ने हमको किसे दिया? പുത്രനെ തന്നു. अपने पुत्र को दिया. യെശയ്യാ 53 അടുത്തൊരു വാക്ക് കിടപ്പുണ്ട്. और यशायाह का पुस्तक उसका 53 चैप्टर में एक वचन है. നമുക്ക് വേണ്ടി ആ പുത്രനെ തകർത്തു. तो भी यशायाह का पुस्तक 53 चैप्टर उसका 10वां आयत, तो भी यहोवा को यही भया कि उसे कुचले, उसी ने उसको रोगी कर दिया. जब तू उसका प्राण दोष बलि करे तब वह अपना वंश देखने पाएगा, वह बहुत दिन जीवित रहेगा, उसके साथ से यहोवा की इच्छा पूरी हो जाएगी.
എന്നാൽ അവനെ തകർത്തു കളവാൻ യഹോവയ്ക്ക് ഇഷ്ടം തോന്നി. तो भी यहोवा को यही भया कि उसे कुचले. തന്നേച്ച് हमको दिया തകർത്തു കളയാൻ തോന്നി. और उसे कुचल दिया. അതിന്റെ കാരണം എന്താ? उसका कारण क्या था? തന്ന നീ സ്വീകരിക്കാഞ്ഞപ്പോ, जब आपको दिया गया, जब आपने उसका स्वीकार नहीं നീ किया, സ്വീകരിക്കാൻ വേണ്ടി आप उसे स्वीकार कर पाए, അവനെ തകർത്തു കളഞ്ഞു. उसे परमेश्वर ने कुचल दिया. ഇനി ഞാൻ രണ്ട് മുമ്പേ പറഞ്ഞു, ഇതും കൂടെ ചേർക്കാൻ പോകും. जो मैंने पहले कहा उसे और इसे मैं जो है जोड़ने वाला हूं. തന്നത് ആർക്ക് വേണ്ടിയാ? परमेश्वर ने उसे किसके लिए दिया? ഇസ്രായേലിന് വേണ്ടി. इसराइल के लिए दे അവൻ दिया. സ്വീകരിച്ചില്ല. जब उन्होंने उसका स्वीकार അപ്പൊ नहीं किया, എനിക്ക് സ്വീകരിക്കണമെങ്കിൽ तो अगर मुझे स्वीकार करना അവനെ है, തകർത്തെങ്കിലേ എനിക്ക് സ്വീകരിക്കാൻ പറ്റൂ. अगर उसे कुचला तो ही मैं स्वीकार कर पाऊंगा. അവനെ തകർത്ത എന്തിനു വേണ്ടി? तो उसे क्यों कुचला गया? ഞാൻ അവനെ സ്വീകരിക്കാം. ताकि मैं उसे स्वीकार कर पाऊं. പുറത്ത് കിടന്ന ഞാൻ मैं जो बाहर पड़ा था അകത്ത് കയറി और मैं अंदर आ पाऊं, അപ്പന്റെ മകനെ സ്വീകരിക്കണമെങ്കിൽ उसके लिए अगर पिता के पुत्र को मुझे अगर स्वीकार അവനെ करना है, തകർത്തെങ്കിലേ പറ്റൂ. पुत्र को कुचल दिया गया तो ही हो सकता है. അതുകൊണ്ടാണ് യേശുവിനെ എനിക്ക് വേണ്ടി തകർത്തത്. इसलिए यीशु मसीह को मेरे लिए कुचल दिया गया था. നിങ്ങൾ എന്തോ നോക്കിക്കേ, आप ध्यान देना, എന്തോ പിതാവ് ചെയ്ത് पिता परमेश्वर ने क्या किया. തകർക്കാൻ വേണ്ടി ഒരു മോനെ തരുന്നല്ല പറഞ്ഞു. ऐसा नहीं कहा कि तुम कुचल दो, इसके लिए मैं एक നിങ്ങളെ बेटा को दूंगा, സ്നേഹിച്ചിട്ട് ഒരു മോനെ തരുന്നു. पर तुमसे प्रेम करते हुए मैं तुम्हारे लिए एक पुत्र दूंगा. സ്നേഹിച്ച് തന്ന മോൻ जो है हमारे प्रति प्रेम के द्वारा दिया गया पुत्र. എന്തിനു വേണ്ടി? किस बात के लिए? എന്റെ മക്കളെ, ताकि मेरे बच्चे, എന്റെ ആദ്യജാതരെ, जो मेरा पहलौठा था, ഇസ്രായേലെ, जो इसराइल थे, നിങ്ങൾക്ക് വേണ്ടി तुम्हारे लिए ഞാൻ എന്റെ മോനെ തരും. मैं मेरे पुत्र को देता हूं. എന്തിനാണെന്നറിയോ? क्यों पता है? നിങ്ങൾ എന്റേതാകാൻ. ताकि तुम मेरे बन जाओ. आमेन. ദൈവത്തിൽ നിന്ന് അകന്നുപോയി, वो परमेश्वर से दूर चले गए. ദൈവവുമായിട്ട് ബന്ധമില്ലാത്തവരായി പോയി. उनको परमेश्वर के साथ कोई रिश्ता അപ്പോൾ नहीं അവരെ है. ദൈവത്തിലേക്ക് തിരിച്ചു പിടിക്കാൻ तो उनको परमेश्वर के पास फिर से लाने के लिए പിതാവായ ദൈവം पिता परमेश्वर ने സ്വന്തം മകനെ, ഏക മകനെ, अपने इकलौते पुत्र को, ഏകജാതനായ മകനെ, जो इकलौता पुत्र है, അതാണ് ക്രിസ്തു. वो है यीशु मसीह. ആ ക്രിസ്തുവിനെ उस मसीह को അവരെ സ്നേഹിച്ചവർക്ക് കൊടുത്തു. और उनसे प्रेम रख के उन्हें उनके लिए दे दिया, അവർ അംഗീകരിച്ചില്ല. पर उन्होंने उसका स्वीकार नहीं किया. ഇപ്പൊ പുറത്ത് കിടക്കുന്നവരാ നമ്മൾ. अभी हम जो है बाहर रहने वाले लोग, അകത്ത് കയറണം. पर अगर हमको अंदर आना है, നമ്മൾ അകത്ത് കയറണമെങ്കിൽ अगर हमको अंदर आना है, നമ്മുടെ അകർത്യം പൊളിയണം. हमारा जो अपराध है ആ അഞ്ചാം വാക്യോട്ടെ, उसका पांचवा, എന്തിനാ അവനെ തകർത്താൻ നോക്കി? यशायाह का पुस्तक उसका 53 उसका पांचवा आयत. परंतु वह हमारे ही अपराधों के कारण घायल किया गया, वह हमारे अधर्म के कामों के हेतु कुचला गया. അതിക്രമങ്ങളും അകൃത്യങ്ങളും നിമിത്തം അവൻ തകർന്നു. हमारे अपराधों और हमारे अधर्म कामों के कारण वो कुचला और घायल किया गया. നമ്മുടെ സമാധാനത്തിന് വേണ്ടി അവൻ തകർന്നു. और हमारे शांति के लिए जो है उस पर ताड़ना पड़ी. അപ്പൊ അകൃത്യം പൊളിഞ്ഞെങ്കിൽ, तो अगर जो है अपराध टूटेगा, അതിക്രമം തകർന്നെങ്കിൽ अगर अधर्म टूटेगा, എനിക്ക് അകത്ത് കയറാൻ പറ്റൂ, तो ही मैं अंदर प्रवेश कर पाऊंगा, വീട്ടിൽ കയറാൻ പറ്റൂ. तो ही मैं घर के अंदर जा पाऊंगा. അപ്പൊ എന്നെ അകത്ത് കയറ്റണമെങ്കിൽ तो अगर मुझे घर के अंदर लाना है, मेरा अपराध टूटना होगा. എന്റെ അകൃത്യം പൊളിയണം. मेरा अपराध टूटने के എന്റെ लिए, പാപം പൊളിയണം. मेरा पाप टूट जाने के लिए, എന്റെ അതിക്രമം പൊളിയണം. मेरा धर्म टूटने के लिए യേശു തകർന്നു. यीशु मसीह कुचला गया. അതിന് പിതാവ് അവനെ തകർത്തു. और उसके लिए पिता परमेश्वर ने पुत्र को എന്റെ कुचला, അകത്തോട്ട് കയറണമെങ്കിൽ, ताकि मेरे अंदर आ पाए, എന്റെ അകത്ത് വസിക്കണം, ताकि वह मेरे अंदर निवास कर पाए, എനിക്ക് वो സ്വന്തമാകണമെങ്കിൽ मेरा अपना हो जाए. അവൻ തകർന്നേ പറ്റൂ. इसके लिए पुत्र कुचला जाना അതിന് चाहिए. പിതാവ് അവനെ തകർത്തു കളഞ്ഞു. इसके लिए पिता परमेश्वर ने उसे कुचल दिया. ഓർത്തോണം, याद रखना, യേശു തകർന്നത് यीशु मसीह कुचला നീ गया അകത്ത് കയറാനാ. ताकि आप घर के अंदर आ पाए, നീ മക്കളുടെ കൂട്ടത്തിൽ കയറാനാ. ताकि आप संतान के उस झुंड में एक हो जाए. അതുകൊണ്ടാ നിങ്ങൾ നോക്കിക്കേ, इसके लिए आप ध्यान दीजिए. യേശു പറഞ്ഞത് എന്റെ ശരീരം യഹൂദനാണെന്നല്ല പറഞ്ഞത്.
यीशु मसीह ने ऐसा नहीं कहा कि मेरा शरीर वो यहूदी लोग है, പകരം സഭയാന്ന് പറഞ്ഞു. पर उसने कहा कि मेरा शरीर कलीसिया है। അപ്പൊ അതിന്റെ अर्थം എന്ത് കൊടുക്കുവായിരുന്നു? इसका मतलब वो क्या कह അവന്റെ रहा था? ശരീരത്തെ തകർക്കാൻ കൊടുത്ത उसने अपने शरीर को जो है नाश करने के लिए दे दिया, പുറത്ത് കടന്നതിനെ കയറ്റി ശരീരമാക്കി. जो है जो बाहर पड़े थे उनको अंदर लाया और अपना शरीर बना दिया। आमीन। ഉറബലഹത്തുന. ഒരു പുത്രത്വ ശരീരം പൊടിച്ചേച്ച് जो है पुत्रत्व का शरीर को कुचल दिया സഭ എന്ന ശരീരത്തെ പണിതു. और कलीसिया नामक शरीर को उसने बांधा। ഒരു മാനവ ശരീരത്തെ പൊളിച്ചിട്ട് जो है एक मानव जो है शरीर को तोड़कर ഒരു പുനരുത്ഥാന ശരീരത്തെ പണിതു. एक पुनरुत्थान के शरीर को उसने बांधा। आमीन। യഹൂദന് കൊടുത്തത് ഒരു മാനവ ശരീരം, यहूदी के लिए जो है एक मानव शरीर दिया गया, നമുക്ക് തന്നത് ഒരു പുനരുത്ഥാന ശരീരം. हमारे लिए वो पुनरुत्थान का शरीर दिया गया അങ്ങനെ നമ്മൾ അകത്ത് കയറി. और उसके द्वारा हम अंदर प्रवेश कर पाए। ക്രിസ്തു നമ്മുടേതായി. उस द्वारा यीशु हमारा अपना हो गया। അത് യഹൂദന്റേതായിട്ടാ. वो जो है यहाँ पर यहूदी का बनकर आया, ഇപ്പൊ അവകാശത്തിൽ നമ്മുടേതാ. पर अभी विरासत में वो हमारा है। आमीन। ഇനി ഒരു വാക്കൂടെ. और एक शब्द में कहना चाहूंगा, ഒന്ന് തന്നു, एक हमको दिया गया, രണ്ട് തകർത്തു കളഞ്ഞു. दूसरा हमारे लिए कुचल दिया गया। യേശു ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്. यीशु मसीह एक बात पूछता है, കാൽവറി കടന്നുകൊണ്ട് പറഞ്ഞു, कलवरी पर रुक कर यीशु एक बात पूछता है, പിതാവേ എന്നെ കൈവിട്ടതെന്ത്? पिता परमेश्वर आपने मुझे अकेला क्यों छोड़ दिया? ക്രൂശിൽ കടന്നുകൊണ്ട് യേശു പറഞ്ഞു, क्रूस पर बैठकर रुक कर यीशु पूछता है, എന്നെ കൈവിട്ടതെന്ത്? मुझे आपने अकेला क्यों छोड़ दिया? പിതാവ് അവിടെ വെച്ച് അവനെ കൈവിട്ടു. पिता परमेश्वर ने जो है उसका साथ छोड़ दिया वहां पे। ഒന്ന് തന്നു, एक पहला हमारे लिए दे दिया, രണ്ട് തകർത്തു കളഞ്ഞു, दूसरा हमारे लिए कुचल दिया മൂന്ന് गया, കൈവിട്ടു. तीसरा जो है हमारे लिए उसका हाथ छोड़ दिया। സ്വർഗത്തിന്റെ മണിമകുടമായിരുന്നു. स्वर्ग में जो सुंदरता का श्रेष्ठ था, സ്വർഗത്തിന്റെ മഹത്വമായ स्वर्ग का जो महिमा था, സകലരും കിരീടം വെച്ച് ആരാധിക്കുന്നത് और जो है अपने मुकुट को नीचे रखकर जिसकी आराधना करते थे, ഈ ഭൂമിയിലോട്ട് വന്നിട്ട് वो जब इस धरती पर आया അവനെ പിതാവ് കൈവിട്ടെന്ന്. और जो है परमेश्वर ने उसका साथ छोड़ दिया। എന്നെ കൈവിട്ടതെന്ത്? मैं उसने मेरे हाथ को तूने क्यों छोड़ दिया परमेश्वर? എന്തിനാണെന്നറിയാവോ? पता है क्यों? അവനെ കൈവിട്ടില്ലായിരുന്നെങ്കിൽ अगर उसका वो हाथ नहीं छोड़ता, നമ്മൾ തള്ളപ്പെട്ടു പോയന്, हमारा जो है तिरस्कार हो जाता, നമ്മൾ കൈവിട്ടു പോയന്. हमारा तिरस्कार हो जाता। അവനെ കൈവിട്ടപ്പോ जब उसका हाथ छोड़ा, നമ്മൾ സ്വന്തമായി. हम उसके अपने बन गए। അവനെ കൈവിട്ടപ്പോൾ जब उसे उसका हाथ छोड़ നമ്മൾ दिया, പിതാവിൻ്റെതായി. हम पिता परमेश्वर के बन गए। അവനെ കൈവിട്ടതിന്റെ റിസൾട്ടാ നമ്മൾ അവന്റെ മക്കളായത്. आप और मैं उसके संतान बन गए क्योंकि उसने परमेश्वर यीशु मसीह के हाथ को छोड़ दिया। എത്ര പേർക്ക് ഞാൻ ഈ പറഞ്ഞു മനസ്സിലായി? कितने लोग ये बात समझ पा रहे हैं जो मैं कह रहा हूं? നിങ്ങൾക്ക് ഇത് സിമ്പിൾ ആയിട്ട് തോന്നും. आपके लिए एक साधारण बात होगी, ഇച്ചിരെങ്കിലും യേശുവിനോടുള്ള സ്നേഹത്തുള്ളവന് ഇത് സിമ്പിൾ ആയിട്ട് पर തോന്നുന്നത്. यीशु मसीह के प्रति अगर किसी को भी थोड़ा सा भी प्यार है, उनके लिए ये एक साधारण बात नहीं है। നിനക്ക് വേണ്ടി തന്നു, आपके लिए वो दिया गया, നിനക്ക് വേണ്ടി തകർത്തു, आपके लिए वो कुचल दिया गया, നിനക്ക് വേണ്ടി കൈവിട്ടു. आपके लिए उसका साथ छोड़ दिया गया, എന്നിട്ട് ദൈവത്തിന് എന്തോ ലാഭമുണ്ട്. और उसके द्वारा पिता परमेश्वर को क्या लाभ है? സ്വന്തം പുത്രന് इकलौते पुत्र को തന്നു, हमारे लिए दिया, തകർത്തു, उसने उसका कुचल दिया, കൈവിട്ടു. उसका हाथ छोड़ दिया। ദൈവത്തിന്റെ ലാഭം എന്താ? इसमें पिता परमेश्वर का लाभ क्या അതാകണം है? ഞാനും നീയും. और वो लाभ है आप और मैं। हमको वो लाभ बनना है। ആന്നോ? क्या हम वो लाभ बन गए हैं? പകലിരുന്ന് ചിന്തിക്കപ്പെട്ടിരുന്നു. ये सुबह आप उस बात को सोचे, ഏറ്റവും വിലയുള്ളതിനെ തന്നു, सबसे मूल्यवान चीज को दिया ഏറ്റവും നീചമായ രീതിയിൽ തകർത്തു. और सबसे जो है बुरे रीति से उसका कुचल दिया। ലോകത്തിൽ ആരും കൈവിടുന്നതിനേക്കാൾ ക്രൂരമായ രീതിയിൽ പിതാവായ ദൈവം കൈവിട്ടു. और कोई अगर किसी व्यक्ति का जो है बुरे रीति से तिरस्कार कर सकता है, हाथ छोड़ सकता है, उस रीति से ആവശ്യമുള്ള छोड़ा। സമയത്താ കൈവിട്ടെ. और जो है मुझे स्वीकार करने के उस समय में उसका हाथ छोड़ दिया।
ഏറ്റവും ആവശ്യമുള്ള സമയത്ത് ആ പുത്രനെ കൈവിട്ടെ. जो बहुत आवश्यकता की समय थी उस समय उसका हाथ छोड़ दिया. അപ്പൊ ഏറ്റവും ക്രൂരമായിട്ട് കൈവിട്ടില്ലേ? तो बहुत क्रूर रीति से जो है उसके हाथ को छोड़ दिया. അതിന്റെ വിലയാ ഞാൻ നീയും. आप और मैं उस बात के दाम है. അങ്ങനെ കിട്ടിയ പദവിയാ മക്കളുടെ പദവി. और हमको जो संतान का औदा मिला उस तरीके से मिला गया है. ആ വിലയിലാണോ നമ്മൾ ജീവിക്കുന്നത്? क्या हम उस मूल्य में बने रह रहे हैं? ഇന്ന് രാത്രി ദൈവത്തോട് പറയാൻ പറ്റുമോ? आज सुबह क्या आप परमेश्वर से कह सकते हैं, അപ്പാ पिता ഞാൻ ലാഭമാണോ അപ്പാ? क्या मैं आपका वो लाभ बन गया हूं? പുത്രനെ കൊടുത്ത് മേടിച്ചേ ഞാൻ നിനക്ക് ലാഭമാണോ? अपने पुत्र को देकर जो आपने मुझे खरीदा, क्या मैं आपका लाभ हूं? എനിക്ക് വേണ്ടി കൊടുത്ത വിലയുടെ പേരാ ക്രിസ്തു. और मेरे लिए जो दाम दिया गया उसका नाम है मसीह. ദൈവം നമ്മുടെ അകത്തിരിക്കുന്ന ആത്മാവിന് കൊടുത്തേക്കുന്ന പോലെ ഭൂലോകത്തെക്കാൾ വലുതാ. और परमेश्वर ने हमारे अंदर जो आत्मा है उसको जो मूल्य दिया है वो इस दुनिया के बाकी सभी चीजों से मूल्यवान है. ആ ആത്മാവ് ഇരിക്കുന്നത് നമ്മുടെ അകത്താ. और वो आत्मा हमारे अंदर निवास कर रहा है. നമ്മൾ ആ ആത്മാവിന് എന്തോ വില കൊടുത്തിട്ടുണ്ട്. पर हमने उस आत्मा को क्या मूल्य दिया है? ഞാൻ പറഞ്ഞ മനസ്സിലായോ? जो मैं कह रहा हूं क्या आप समझ पा रहे हो? ഭൂലോകത്തെക്കാൾ വിലയുള്ള ഒരു ആത്മാവ് നമ്മുടെ ഉള്ളിലുണ്ടെന്ന് ദൈവം പറഞ്ഞു. परमेश्वर कहता है कि दुनिया से भी मूल्यवान आत्मा तेरे अंदर है. ഭൂലോകത്തെക്കാൾ വിലയുള്ള. इस दुनिया से भी, भूमि से भी ज्यादा मूल्यवान. പക്ഷെ ആ ആത്മാവിന് കൊടുത്ത വില ഏതെന്നറിയോ? पर उस आत्मा के लिए दिया गया हुआ मूल्य क्या है पता है? സ്വർഗത്തിലും ഭൂമിയിലും ഭൂമിക്ക് കീഴെ പാതാളത്തിലും സകലത്തിലും മേലായ വിലയുള്ള നാമം. और जो है स्वर्ग, धरती और पाताल लोक, उससे भी जो है उत्तम जो नाम है, ऊंचा नाम है, वो मूल्य. എത്ര വിലയുള്ളതിനെ നമുക്ക് തന്നെ. तो कितना मूल्यवान चीज को हमारे लिए दिया गया. ഞാൻ ചോദിക്കട്ടെ, 100 രൂപ വിലയുള്ള സാധനത്തിന് നമ്മൾ 1000 രൂപ കൊടുക്കുമോ? मैं आपको पूछना चाहता हूं, जो चीज को 100 रुपया दाम है, क्या उस बात के लिए हम 1000 रुपया देंगे? 95 കിട്ടുമെന്ന് പറഞ്ഞാൽ നമ്മൾ മേടിക്കും. अगर 95 में वो मिलेगा ऐसा बोलता है तो हम लेंगे. പക്ഷെ കർത്താവ് എന്താ ചെയ്തത്? पर परमेश्वर ने क्या किया? 1 രൂപ വിലയുള്ള സാധനം, जो चीज जो 1 रुपए का है, കോടിക്കണക്കിന് രൂപ വിലയുള്ള ഒരു സാധനം കൊടുത്ത് മേടിച്ചു. और जो है जो करोड़ों रुपए का मूल्य है जिस बात के लिए, वो देकर उस चीज को खरीद लिया. ഇതല്ലേ കർത്താവ് ചെയ്ത്, പിതാവായ ദൈവം ചെയ്ത്? यही पिता परमेश्वर ने किया हमारे लिए. പുത്രന് വിലയിടാൻ ആർക്കാ പറ്റുന്നത്? जो है पुत्र को कौन दाम लगा सकता है? ഭൂമിക്ക് വിലയിടാൻ പറ്റത്തില്ല. भूमि पर, आप धरती पर दाम नहीं लगा सकते. സ്വർഗത്തിന് വിലയിടാൻ പറ്റത്തില്ല. स्वर्ग को आप दाम नहीं रख सकते. പാതാളത്തിന് വിലയിടാൻ पाताल പറ്റത്തില്ല. लोक पर आप दाम नहीं लगा सकते. എന്താ പറഞ്ഞേക്കുന്നത്? क्या कहा गया है? അവന്റെ വായിലെ ഒരു വാക്കിനാലല്ല ഉളവായ. और उसके मुंह से आने वाले उस शब्द से सब सृष्टि हुई. അപ്പൊ അതിന്റെ അർത്ഥം उसका मतलब അവന്റെ ശബ്ദത്തിന് അത്രയും വിലയുണ്ട്. उसके शब्द को उतना मूल्य है. ആ ശബ്ദത്തിൽ ഭൂമി ഉണ്ടാകും. और उस शब्द में भूमि रचा അപ്പൊ गया. എന്റെ ചോദ്യം, तो मेरा सवाल, എന്റെ ആത്മാവിന് ഭൂലോകത്തിന്റെ വിലയല്ലേ ഉള്ളൂ? मेरे आत्मा को भूमि से भी ज्यादा मूल्य है. അപ്പൊ എനിക്ക് വേണ്ടി ഒരു ശബ്ദം മതിയല്ലോ. तो मेरे लिए एक शब्द ही काफी है. ശബ്ദമല്ല തന്നെ. पर मेरे लिए सिर्फ एक शब्द नहीं दिया. ശബ്ദം തന്നാൽ ഞാൻ രക്ഷപ്പെടും. अगर शब्द दिया गया तो मेरा उद्धार होगा. പക്ഷെ ദൈവം തന്നത് ശബ്ദത്തെ അല്ല. पर परमेश्वर ने एक शब्द नहीं दिया. ഞാൻ രക്ഷപ്പെട്ടാൽ ഒക്കത്തില്ല. मैं रक्षा प्राप्त करूं, उद्धार प्राप्त करूं, जो काफी कूड़ी- नहीं है. पर उसके साथ मुझे बैठना है. അതുകൊണ്ട് ദൈവം പറഞ്ഞു, उसके लिए परमेश्वर ने कहा രക്ഷപ്പെടലല്ല വേണ്ടേ, सिर्फ उद्धार ही नहीं चाहिए, എന്റേതായിട്ട് എനിക്ക് വേണം. पर तुझे मेरा अपना मुझे चाहिए. അതിനാണ് ക്രിസ്തുവിനെ തന്നത്. उसके लिए तेरे लिए मसीह दिया गया.
80 വർഷം നിനക്ക് ജീവിക്കാനാണെങ്കിൽ ഒരു ശബ്ദം മതി. अगर 80 उम्र तक जीना है तो आपके लिए एक शब्द काफी है. ശബ്ദം വേണ്ടാന്ന്. शब्द भी नहीं चाहिए, അവന് നനങ്ങിയാ മതി. पर सिर्फ परमेश्वर को सिर्फ जो चलना पड़ेगा. പക്ഷെ നീ നിത്യതയിൽ അവന്റെ കൂടെ ഇരിക്കണമെങ്കിൽ पर अगर अनंत काल में उसके साथ अगर बैठना है ക്രിസ്തുവിനെ നിനക്ക് തന്നേ പറ്റൂ. तो मसीह को तेरे लिए देना ही होगा. അപ്പൊ അതിന്റെ അർത്ഥം तो मत उसका मतलब ക്രിസ്തുവിനെ പോലെ നിന്നെ അവിടെ കൊണ്ടിരുത്താൻ मसीह के जैसा आपको अगर उस स्थान पर बिठाना है ക്രിസ്തുവിനെ നിനക്ക് തന്നെ. उसके लिए आपको मसीह दिया गया. आमीन. സൗഖ്യത്തിന് വേണ്ടി നീ അവന്റെ പുറകെ നടക്കല്ലേ. चंगाई के लिए आप मसीह के पीछे ना जाए, ഓ വിടുതലിന് വേണ്ടി അവന്റെ പുറകെ നടക്കല്ലേ. छुटकारे के लिए उसके पीछे ना जाए, അവനെ പോലെ അവിടെ പോയി ഇരിക്കാൻ വേണ്ടി വേണം അവന്റെ പുറകെ നടക്കാൻ. पर मसीह के जैसे वहां पर जाकर बैठने के लिए आप उसका पीछा करें. आमीन. സൗഖ്യത്തിനൊന്നും അനങ്ങിയാ മതിയൊന്നും. चंगाई के लिए वो उसको जो है सिर्फ एक बार चलना पड़ेगा. എങ്കിലും യേശു എന്ന് പറഞ്ഞാൽ മതി, നീ സൗഖ്യമാവും. अगर कोई यीशु का नाम ले तो आप चंगाई को प्राप्त कर लेंगे. മനസ്സിലായോ? क्या आप समझ पा रहे हैं? ആരെങ്കിലും ചുമ്മാ നിന്നെ നോക്കി യേശു എന്ന് പറഞ്ഞാൽ മതി, നീ സൗഖ്യമാവും. कोई भी आपको देखकर सिर्फ यीशु का नाम ले तो आप चंगाई को प्राप्त करोगे. അതിന്റെ കാരണം എന്താ? उसका कारण क्या है? അത് സകല നാമത്തിലും മേലായ നാമമാണ്. क्योंकि वो सभी नामों से ऊंचा नाम है. आमीन. ഇന്ന് പകല് നിനക്ക് എന്തെങ്കിലും വേണോ? आज सुबह क्या आपको कुछ चाहिए? പിടിച്ചോ. ले लो. യേശുവിന്റെ നാമത്തിൽ നീ പ്രാപിച്ചോ. यीशु मसीह के नाम में आप प्राप्त ആ करें, നാമത്തിന് അത് കഴിയൂ. क्योंकि वो नाम में वो सामर्थ्य वो हो നാമത്തിന് सकता അത് है. കഴിയൂ. वो नाम वो कार्य कर ആ सकता है. നാമം അതാ. वो नाम है वो. യേശു അത് വാതിലാ. यीशु मसीह वो दरवाजा है. യേശു അത് വഴിയാ. यीशु मसीह वो मार्ग है. യേശു അത് ജീവനാ. यीशु मसीह वो जीवन है. യേശു അത് പുനരുദ്ധാനം. यीशु मसीह वो पुनरुत्थान है. യേശു അത് സൗഖ്യം. यीशु मसीह वो चंगाई है. യേശു അത് ജീവനാ. यीशु मसीह वो जीवन है. യേശു അത്ഭുതമാ. यीशु मसीह वो अद्भुत कार्य അതുകൊണ്ട് है. ഇന്ന് പകല് ഞാൻ പറയുന്നു, इसके आज सुबह मैं कहता യേശു हूँ, എന്നൊരു വാക്ക് यीशु मसीह वो एक നിന്റെ शब्द അകത്തൊന്ന് അടിച്ചാൽ अगर आपके अंदर वो कार्य करेगा, പലതും നിന്റേതാ. सब कुछ तेरा है. പക്ഷേ യേശുവിനെ നിനക്ക് തന്നത് पर यीशु मसीह को जो तुझे ഇത് दिया गया പ്രാപിക്കാനല്ല. सिर्फ ये प्राप्त करने के लिए नहीं, യേശുവിനെ പോലായി ताकि आप यीशु के जैसे बने പിതാവിന്റെ അടുക്കൽ और വസിക്കാനാ. पिता परमेश्वर के पास आप निवास യേശുവിനെ करें. നിനക്ക് തന്നത്. इसलिए यीशु मसीह को आपको दिया गया. എത്ര പേർക്ക് മനസ്സിലാവുന്നുണ്ട്? कितने लोग ये बात समझ पा रहे हैं? യേശുവിനെ തന്നു, यीशु मसीह दिया गया. യേശുവിനെ തകർത്തു, यीशु मसीह को कुचल दिया गया യേശുവിന്റെ മുമ്പിൽ മുഖം മറച്ചു, കൈവിട്ടു. और यीशु मसीह के सामने अपने मुंह को हटाकर उसके हाथ को छोड़ दिया. എന്തിനു വേണ്ടി? क्यों पता है? നീ അവന്റേതാകാൻ. ताकि आप उसके बन जाए. യേശുവിന്റെ ആകാനല്ല, यीशु मसीह का आप बन जाए नहीं പിതാവിന്റേതാകാൻ. इसलिए, पर ताकि आप पिता परमेश्वर के बन जाए. യേശുവിനെ നിനക്ക് അവൻ തന്നു കഴിഞ്ഞു. यीशु मसीह को उसने दे दिया है പക്ഷേ आपके നീ लिए. പിതാവിന്റേതാകാൻ. पर अगर आपको पिता परमेश्वर का बनना है, മനസ്സിലായോ? समझ पा रहे हो आप? കാരണം നീ യേശുവിൻ്റെതായിരുന്നു. क्योंकि आप यीशु मसीह के थे. ലോക സ്ഥാപനത്തിന് മുമ്പേ നീ യേശുവിൻ്റെതാ. दुनिया की नींव डालने से पहले आप यीशु मसीह के थे. അങ്ങനല്ലേ പറഞ്ഞേക്കുന്നത്? वैसे ही वचन में कहा गया है, നീ ഉണ്ടായത് യേശു ക്രിസ്തു മുഖാന്തരം. आप जो है आपका उत्पन्न यीशु मसीह के कारण हुआ സകലതും ഉണ്ടാക്കുന്ന യേശു और മുഖാന്തരം. सभी चीजों का उत्पन्न यीशु मसीह के द्वारा हुआ है. ഞാൻ വിചാരിച്ച എന്താണെന്നറിയോ? मैं जो क्या सोच रहा था पता है? ഇത്രയും കരുത്തായ ദൂത് പറയുമ്പോൾ നിങ്ങൾ ദൈവത്തെ ആരാധിക്കുന്നു. जब ये सामर्थ्य वाली वाणी आपके पास आएंगी तो आप परमेश्वर की आराधना करोगे. പക്ഷേ എനിക്കൊരു കാര്യം पर മനസ്സിലായി, मुझे एक बात यकीन हो गया है, നിങ്ങൾക്ക് സ്വർഗത്തിലെ വിലയേറിയതല്ല വേണ്ടേ, आपको स्वर्ग के मूल्यवान चीज नहीं चाहिए, നിങ്ങൾക്ക് ഈ ഭൂമിയിലെ വിലയേറിയതാ വേണ്ടേ. आपको इस धरती के मूल्यवान चीजें की നിങ്ങൾ आवश्यकता അത് है. കേൾക്കുമ്പോഴേ ആരാധിക്കൂ. और वो अगर आप सुनोगे तो ही आप നിങ്ങൾക്ക് ഈ आराधना करोगे. ഭൂമിയിൽ അവസാനിക്കണമെന്ന് ആഗ്രഹമുള്ളവർ, और आप जो है इस धरती में ही आपका समाप्त हो जाए എനിക്ക് वो ഈ इच्छा है ഭൂമിയിൽ आपका. അവസാനിക്കണ്ട. पर मुझे इस धरती पर എനിക്ക് समाप्त नहीं होना സ്വർഗ്ഗത്തിൽ है, പോണം. मुझे स्वर्ग पर जाना है. ഞാൻ സൗഖ്യത്തിന് വേണ്ടിയല്ല ഇവിടെ വന്നത്. मैं चंगाई के लिए नहीं आया हूँ यहाँ पे. അങ്ങനായിരുന്നു വന്നതെങ്കിൽ अगर वैसा मैं आया ഞാൻ കഴിഞ്ഞ होता വർഷം ഇതിനകത്ത് തുള്ളിച്ചാടി. तो मैं पिछले साल ही में नाचने ഞാൻ लगता. സൗഖ്യമല്ല ദൈവത്തോട് मैं चंगाई नहीं पूछा परमेश्वर എനിക്ക് से. ആവശ്യം എന്റെ യേശുവിനെ പോലാണ്. मुझे यीशु मसीह के जैसे बनना है. എനിക്ക് യേശുവിന്റെ മനസ്സറിഞ്ഞ് मुझे ജീവിക്കണം. यीशु मसीह के हृदय को जानकर എനിക്ക് जीना है. യേശുവിന്റെ ഇഷ്ടമറിഞ്ഞ് मुझे ജീവിക്കണം. यीशु मसीह की इच्छाओं को समझकर जीना है. എത്ര പേർക്ക് മനസ്സിലാവുന്നു? कितने लोग ये समझ पा रहे हैं?
യേശുവിനെ തകർത്തത് എന്തിനാ? यीशु मसीह को क्यों कुचल दिया गया? യേശു വരുന്നതിന് മുമ്പ് സൗഖ്യം നടക്കുന്നില്ലായിരുന്നോ? क्या यीशु मसीह आने से पहले चंगाइयां नहीं हो रही थी? മരിച്ചവർ വരെ ഉയർത്തിട്ടുണ്ടല്ലോ. जो मरे थे वो भी जी उठ रहे थे. പിന്നെ യേശു എന്തിനാ വന്നേ? फिर यीशु मसीह क्यों आया? എന്താ ലേഖനം പറയുന്നത്? पत्रियों में क्या कहा गया है? പിതാവിനോട് നിരപ്പിക്കാൻ. ताकि पिता परमेश्वर के साथ हमें जो है एक सही स्थान दिया जाए. ഞാൻ ചോദിക്കട്ടെ, क्या मैं आपसे पूछूं, നിങ്ങൾ ദൈവത്തോട് എന്തെങ്കിലും ചോദിച്ചിട്ടുണ്ടോ? क्या आपने परमेश्वर से कभी ऐसा पूछा है? യേശുവിനെ എനിക്ക് തന്നു, यीशु मसीह को दिया, യേശുവിനെ എനിക്ക് വേണ്ടി തകർത്തു, यीशु मसीह को मेरे लिए कुचल दिया. പിതാവെ നീ കൈവിട്ടു. पिता परमेश्वर आपने उसका हाथ ആർക്കു भी വേണ്ടി? छोड़ എനിക്ക് दिया. വേണ്ടി. किसके लिए? मेरे लिए. യേശുവിനെ കൈവിട്ടു. यीशु मसीह का हाथ छोड़ा. യേശുവിനെ കൊടുത്തിട്ട് എന്നെ വാങ്ങിച്ചിട്ട് നിനക്ക് എന്തോ പ്രയോജനമുണ്ട് കർത്താവേ? यीशु मसीह को देकर आपने मुझे खरीदा, इससे आपको क्या लाभ मिला? परमेश्वर, ഒരിക്കലും ചോദിച്ചിട്ടുണ്ടോ? क्या ये सवाल आपने कभी पूछा है? പിതാവ് യേശുവിനെ കൊടുത്തിട്ട് पिता परमेश्वर ने यीशु मसीह को दिया എന്നെ മേടിച്ചു, और मुझे खरीदा, എന്തേലും പ്രയോജനമുണ്ടോ? क्या कुछ उपयोग हुआ? നല്ലൊരു സ്തോത്രം പറയത്തില്ല, एक अच्छा स्तुति भी नहीं दे पाता, നല്ലൊരു പാട്ട് പാടത്തില്ല, एक अच्छे से गीत नहीं गा पाता, നല്ലപോലെ ഒന്ന് ആരാധിക്കത്തില്ല, अच्छे से आराधना नहीं कर पाता, നല്ലതായിട്ട് പ്രാർത്ഥിക്കത്തില്ല, अच्छे से प्रार्थना नहीं कर पाता, നല്ലപോലെ ദൈവത്തെ മഹത്വപ്പെടുത്തത്തില്ല. अच्छे से परमेश्वर को महिमा नहीं दे पाता. ഇനി നമ്മളെ ആക്കി വെച്ചിരിക്കുന്ന ഒരു കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. अभी जो है हमको जिस स्थान में रुकाया उसके बारे में कहकर समाप्त ദൈവം करूं. നമ്മളോട് പറഞ്ഞേക്കുന്ന ഒരു വാക്കാ, परमेश्वर ने हमसे एक ऐसा शब्द कहा है, ലോകാവസാനത്തോളം എല്ലാ നാളും ഞാൻ നിങ്ങളോട് കൂടുണ്ട്. दुनिया के अंत तक मैं तुम्हारे साथ हूं. ദൈവം നമ്മോട് കൂടെ, परमेश्वर हमारे साथ, പിതാവായി ദൈവം നമ്മുടെ കൂടെ. पिता परमेश्वर हमारे साथ. ദൈവം നമുക്ക് തന്ന ഉറപ്പാ, ദൈവം നമ്മുടെ കൂടെ ഉണ്ട്. परमेश्वर ने हमको दिया हुआ वायदा है कि परमेश्वर हमारे साथ है. രണ്ടാമത്തെ വാക്ക്, और दूसरा शब्द, പുത്രൻ നമ്മുടെ അകത്ത്. पुत्र हमारे अंदर. ഉറപ്പാന്നല്ലോ? क्या आपको यकीन है? ഈ രണ്ടും ഉറപ്പുള്ള ഒരു കരങ്ങളൊന്നും ഉയർത്തിക്കുക. ये दोनों बात पर यकीन रखने वाले अपने हाथों को उठाए. പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ, और पवित्र आत्मा हमारे ऊपर. ഇത് ഉറപ്പാന്നല്ലോ? ये बात का भी आपको यकीन है? അടുത്തത്, अगली बात, ദൂതന്മാർ നമുക്ക് ചുറ്റും. स्वर्ग दूत हमारे इर्द गिर्द. ഇത്രയും പ്രൊട്ടക്ഷൻ ഉള്ള ആൾ ആരുണ്ട് വേറെ? इतने अच्छा सुरक्षता को प्राप्त किया हुआ और कौन सा व्यक्ति है? ഇത്രയുള്ള ആളുകളെ ഇവിടെ വന്നിട്ട് ഒരു സ്വോത്രം പോലും പറയാതിരിക്കുന്നു. और ऐसे सुरक्षता को प्राप्त किए हुए लोग ही यहाँ पर आकर एक स्तुति भी नहीं देना चाहते. ഇത്രയും പ്രൊട്ടക്ഷൻ തന്നിട്ട് इतना सुरक्षता को दे നീ दिया ഹോളി കയറിയെന്നും പറഞ്ഞുകൊണ്ട് നിന്നെ കാണാൻ ഇവിടെ വന്നിട്ടുണ്ട്. और आप हॉल के अंदर आए, इसलिए वो आपको देखने के लिए आया है. വ്യക്തിപരമായ ജീവിതത്തിൽ आपकी व्यक्तिगत जिंदगी में परमेश्वर मेरे साथ, അവൻ എന്റെ കൈക്ക് പിടിച്ച്, उसने मेरे हाथ को धरा है. അങ്ങനല്ലേ പറഞ്ഞേക്കുന്നത്? वैसे ही कहा गया है, ദൈവം എന്റെ കൂടെ ഉണ്ട്, परमेश्वर मेरे साथ, ക്രിസ്തു എന്റെ ഉള്ളിലുണ്ട്, मसीह मेरे अंदर, पवित्र आत्मा मेरे ऊपर, ദൂതന്മാർ എനിക്ക് ചുറ്റുമുണ്ട്. स्वर्गदूत मेरे इर्द गिर्द. ഈ വ്യക്തിയെ ഈ ഹോളിലോട്ട് കയറി, और वो व्यक्ति इस हॉल के अंदर प्रवेश ഈ करता है. വ്യക്തി ഇതിനകത്ത് കയറിയപ്പോ वो व्यक्ति जब इसके अंदर आया, വ്യക്തിയെ കാണാൻ ദൈവം ഇവിടെ വന്നു. इस व्यक्ति को देखने के लिए परमेश्वर आया, ഈ ഏക ദൈവം, जो है त्रिएक परमेश्वर आया, മഹത്വത്തിന്റെ ദൈവം जो है महिमा में रहने वाला परमेश्वर यहाँ पर उतर कर आया. അവിടെ ഒരു സ്വോത്രം പോലും പറയാതിരിക്കുക. और वहां पर एक स्तुति भी दिए बिना आप നീ बैठे എടുത്ത हो. ശ്വാസം आप जो നിൽക്കേണ്ടതായിരുന്നു. श्वास ले रहे हो वो बंद हो जाना चाहिए था. മരണം നിന്റെ വാതിക്കൽ എത്തിയതാ. मृत्यु आपके दरवाजे तक पहुंचा था. തോന്നുന്നുണ്ടോ ഈ ദൈവത്തെ സ്തുതികരിക്കാൻ? क्या अभी भी आपको लगता है कि ये परमेश्वर को आप ഇനിയൊന്ന് स्तुति नहीं ചോദിച്ച देना चाहिए? ദൈവത്തോട്, अभी आप परमेश्वर से पूछे. യേശുവിനെ തന്നു, परमेश्वर यीशु मसीह को दिया, യേശുവിനെ എനിക്ക് വേണ്ടി തകർത്തു, यीशु मसीह को मेरे लिए कुचल दिया, യേശുവിനെ എന്നെ ഓർത്ത് കൈവിട്ടു. यीशु मसीह को मेरा याद रखकर उसके हाथ को छोड़ दिया. ഇത്ര എനിക്ക് ചെയ്യാൻ എനിക്ക് എന്നോ യോഗ്യതയുണ്ട്? इतना सब मेरे लिए करने के लिए मेरी क्या योग्यता है? ഇത്ര എനിക്ക് കിട്ടിയിട്ട് ഞാൻ എന്തോ ചെയ്തു ഇത്ര ये നാൾ? सब मैंने इतना प्राप्त करके भी मैंने क्या प्रतिक्रिया किया? പുഷ്പം പോലെ ആയിരുന്നോണ്ട് ദൈവത്തിന്റെ ദാസന്മാരെ നിന്ദിക്കുന്നത്, और जो है आसानी से बैठकर परमेश्वर के दासों का निंदा करते हैं, എന്നിട്ട് പ്രവചനത്തെ നിന്ദിക്കുന്നത്, और जो है नबुवतों का निंदा करते हैं. ഈ വചനത്തിന്റെ പേരിൽ ഓരോ രക്തം ചെയ്യും
വിമർശനങ്ങൾ നടത്തുന്നു. और वचन के आधार पर जो है आसानी से कोई भी गलत बातों को उठा लाते हैं. ഇതാരാ ये कौन है? ഈ വചനം ആരാ? ये वचन कौन है? പറ. कहिए. ആ ക്രിസ്തു അവിടെ ഉണ്ട്. और वो मसीह किसके आगे अंदर तेरे है? वो आपके अंदर है. അതിനെ വെച്ചോണ്ടാ ഈ കിടന്നുകൊണ്ട് നമ്മളൊക്കെ ഇതെല്ലാം കാണിക്കുന്നത്. उसे अपने अंदर रखकर आप ये सब काम कर रहे हो. നിങ്ങളൊന്ന് ചിന്തിച്ചേ. सोचिए एक बार. സ്വർഗത്തിൽ स्वर्ग में രണ്ടു ചിറകൊണ്ട് മുഖം മൂടി, जो है दो पंखों से अपने मुंह को ढककर, രണ്ടു ചിറകൊണ്ട് പാദം മൂടി, 2 पंखों से अपने पैर को രണ്ട് ढककर, ചിറകൊണ്ട് പറന്നുകൊണ്ട് और 2 पंखों से जो उड़ रहा है. യഹോവ പരിശുദ്ധൻ പരിശുദ്ധൻ എന്ന് പറയുന്ന ദൈവം और जो परमेश्वर जिनके लिए वो स्वर्गदूत जो है वो पवित्र है पवित्र है ऐसे इस पर कहने भी वाले, है। वो परमेश्वर अभी कहां पर है? പറ. कहिए. അകത്തിരിപ്പുണ്ട്. मेरे अंदर है. ആരാധന കൊടുക്കേണ്ടത് ആരാ? और उसको आराधना कौन देना നിന്റെ चाहिए? അകത്തിരിക്കുന്ന ദൈവത്തിന് ആരാധന കൊടുക്കേണ്ട ആരാ? आपके अंदर जो परमेश्वर है उसकी आराधना कौन करना चाहिए? രണ്ടുകൊണ്ട് പറന്ന്, രണ്ടുകൊണ്ട് പാദം മൂടി, രണ്ടുകൊണ്ട് മുഖം മൂടി ആരാധിക്കുന്ന കെരൂബിന്റെ കൂടി ഇരിക്കുന്ന ദൈവം നിന്റെ സ്തോത്രത്തിനു വേണ്ടി നിന്റെ അകത്തിരിക്കുമ്പോൾ 2 पंखों से उड़ते हुए, 2 पंखों से पैर को ढककर, 2 पंखों से अपने मुंह को ढकने वाले उस रूप के सामने जो परमेश्वर जो आराधना स्वीकार करता है, जब वो परमेश्वर आपके अंदर आया है, जो आपके स्तुति को सुनना चाहता है, तो आप क्या कर रहे നീ हो? വെച്ച മാസ്കിന്റെ ബലത്തിലാണോ നിനക്ക് കോവിഡ് ഇല്ലാതിരുന്നത്? आपने जो मास्क पहना है, क्या उस मास्क के धैर्य पर आपको कोविड से प्रभावित नहीं हुए? आप ये सब सोचिए जरा. എവിടെ പോവാ? സ്വർഗത്തിൽ പോവാ. कहां पर जा रहे हो? स्वर्ग पर जा रहे हो. അവിടെ ആരാധന 24 മണിക്കൂർ. वहां पर 24 घंटा आराधना. ഇവിടെ 1 മണിക്കൂർ ദൈവത്തിന്റെ ദാസന്മാർ വർഷിപ്പ് ചെയ്തിട്ട് നമ്മൾ മസിൽ പിടിച്ചിരുന്നു. यहाँ पर 1 घंटा जब परमेश्वर के दास आराधना में अगुवाई कर रहे थे, हम जो है घमंड से बैठे थे, और फिर यीशु को आपके लिए दिया. സ്വർഗത്തിന്റെ ആരാധനാ പാത്രത്തെ നിനക്ക് തന്നു. स्वर्ग का जो आराधना का पात्र था वो आपके लिए दिया गया. സ്വർഗത്തിന്റെ ആരാധനാ പാത്രത്തെ നിനക്ക് വേണ്ടി തകർത്തു. और स्वर्ग का आराधना का जो पात्र था वो आपके लिए कुचल दिया गया. സ്വർഗത്തിന്റെ ആരാധനാ വിഷയത്തെ നിനക്ക് വേണ്ടി കൈവിട്ടു. और स्वर्ग के आराधना विषय को आपके लिए हाथ उसका छोड़ दिया, നീ ആരാധിക്കുന്നത് കാണാൻ, ताकि आप उसका आराधना करते हुए देखा जाए, ताकि आप उसकी स्तुति നീ कर पाए, വണങ്ങുന്നത് കാണാൻ. ताकि आप उसका जो है नमस्कार कर पाए. എന്നിട്ട് നീ എന്താ ചെയ്യുന്നത്? पर आप क्या कर रहे हो? നമ്മുടെയൊക്കെ ഇരിപ്പ് കണ്ട हमारा सब बैठना ये रीति देखकर, ലോകത്തിലുള്ളവരെല്ലാം മഹാപാപികളും दुनिया के सारे लोग बहुत पापी हैं ഞങ്ങളെ കണ്ട് യോഗ്യതയുള്ളവർ അതുകൊണ്ട് എവിടെ ഇരിക്കുന്നതെന്ന്. और हम कुछ योग्य लोग हैं इसलिए हम बैठे हैं, ऐसा सोच में बैठे हैं कुछ लोग. ഒരു കാര്യം ഓർത്തോണം, एक बात याद रखना, കർത്താവിന്റെ വരവ് ഏറ്റവും അടുത്തു. परमेश्वर का आगमन बहुत ही करीब है. പല പാത്രങ്ങളും പുറത്തു പോകും. बहुत सारे पात्र बाहर निकल जाएंगे. കൽപാത്രങ്ങൾ അകത്ത് കയറും. जो है पत्थर के जो पात्र है वो अंदर आएंगे. ബൈബിൾ അറിയാവുന്നവർക്ക് അത് പിടികിട്ടി ഞാൻ जो വിചാരിക്കുന്നു. परमेश्वर के वचन को जानते हैं वो ये समझ पाए. വീഞ്ഞുണ്ടെന്നും പറഞ്ഞോണ്ട് എവിടെ ഇരിക്കുന്നത്? दाखरस है वो सोच कर अंदर बैठे हैं, തീരുന്നത് നീ അറിയുന്നില്ല. पर तुम जान नहीं रहे कि वो खत्म होते നീ जा रहा है. പുറത്തു പോകാൻ സമയമായി നീ അറിയുന്നില്ല. तुझे बाहर निकाल देने का समय आ गया, ये तू പക്ഷെ समझ नहीं पा रहा. കൽപാത്രങ്ങൾ ഇപ്പോഴുണ്ട്. पर अभी भी पत्थर के पात्र ഇപ്പൊ तैयार है. അതിനകത്ത് ചെളിയുള്ള വെള്ളവാ. अभी उसके अंदर जो है मिट्टी वाला പക്ഷെ जो യേശു पानी ഒന്ന് है. തിരിഞ്ഞാൽ पर यीशु मसीह अगर घूम गया, അത് ശുദ്ധിയുള്ള വെള്ളമായി മാറും. वो पानी जो है शुद्धि वाला पानी बन യേശു जाएगा. ഒന്ന് പറഞ്ഞാൽ यीशु मसीह अगर एक कहेगा, അതിനകത്ത് കളർ മാറും. उसके अंदर का रंग बदलेगा. യേശു ഒന്ന് കൽപ്പിച്ചാൽ यीशु मसीह अगर ऐलान ആ करेगा, പാത്രം അകത്തായിരിക്കും. वो पात्र अंदर आ നീ जाएगा ഔട്ടായിരിക്കും. और तू बाहर निकल जाएगा. എന്താ എഫെസോസ് സഭയോട് പറഞ്ഞു? एफेसुस के कलीसिया से क्या कहा गया? വിളക്കിരിക്കുന്നിടത്ത് ഞാൻ പുറത്ത് കളയും. और तेरा दीप जहां पर है उस जगह से उसे निकाल दूंगा. നീ ഏതിൽ നിന്ന് വീണിരിക്കുന്നു? तू कहां से गिरा है? ഞാനത് വ്യാഖ്യാനിക്കുന്നില്ല. उसका मैं जो है जो है നിന്റെ अभी കഴിഞ്ഞ समझा कर കാലത്തെ नहीं दूंगा. പ്രാർത്ഥനയുണ്ടോ? क्या आपको पहले जमाने के जैसे आपका നീ प्रार्थना है? എങ്കിൽ പ്രാർത്ഥനയിൽ വീണു. आपके प्रार्थना में से आप गिर गए. നീ കഴിഞ്ഞ കാലം ആരാധിച്ച പോലെ ആരാധിക്കാൻ പറ്റുന്നുണ്ടോ? पिछले समय जैसे आप आराधना करते थे क्या आप अभी कर पा रहे हो?
ഇല്ലെങ്കിൽ നീ ആരാധന വീണിട്ടുണ്ട്. नहीं तो आप आराधना में से भी गिर गए हो. നീ പണ്ട് സ്തുതിച്ച പോലെ ഇപ്പൊ സ്തുതിക്കുന്നുണ്ടോ? पहले जैसे स्तुति देते थे क्या अभी दे पा रहे हो? എങ്കിൽ നീ ഇപ്പൊ വീണിട്ടുണ്ട്. तो आप भी गिरे हुए हो. നീ മാനസാന്തരപ്പെടണം. आपको मन फिराना होगा, ഇല്ലെങ്കിൽ നീ പുറത്താ. नहीं तो आप बाहर निकाल दिए जाओगे. കർത്താവ് പറഞ്ഞ നിന്നെ നീക്കിക്കളയും. परमेश्वर ने कहा कि मैं तुझे हटा दूंगा. എന്റെ ചോദ്യം, मेरा सवाल, ഞാൻ എന്റെ വാക്ക് നിർത്തുക. मेरे शब्दों को समाप्त करना ഇപ്പൊ चाहता हूं. കർത്താവ് വന്നാൽ अगर अभी परमेश्वर आएगा, നീ നീക്കിക്കളയുന്നവരുടെ കൂട്ടത്തിലായിരിക്കുമോ? क्या हटा देने वाले उस झुंड में से आप रहोगे, അതോ ചേർത്ത് നിർത്തുന്നവരുടെ कि കൂട്ടത്തിൽ? परमेश्वर अपने करीब रखने वाले उस झुंड में रहोगे? ചോദ്യം, मेरा सवाल, യേശുവിനെ തന്നു, यीशु मसीह को दिया गया, യേശുവിനെ തകർത്തു, यीशु मसीह को कुचल दिया गया, യേശുവിനെ കൈവിട്ടു. यीशु मसीह का हाथ छोड़ दिया, അതിന്റെ പ്രയോജനം ഉണ്ടോ നിനക്ക്? और क्या उसका उपयोग आपकी जिंदगी में है? അതിന്റെ വില നീ കാക്കുന്നുണ്ടോ? और उसके मूल्य को क्या आप बना रख रहे हो? അതിന്റെ കരുത്ത് നീ കാക്കുന്നുണ്ടോ? उसके सामर्थ्य को क्या आप बनाए रखे हो? എല്ലാ കണ്ണുകളോടച്ച് सारे आंखों को बंद करें, പ്രാർത്ഥിക്കാൻ തുടങ്ങി. हम प्रार्थना करते हैं, शुरू करें. നിങ്ങളും ദൈവവുമായിട്ട് സംസാരിച്ചു. आप अभी परमेश्वर के साथ बातें करें. ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, हमारे स्वर्गीय पिता, ഈ അനുഗ്രഹിക്കപ്പെട്ട നിമിഷത്തിന് നന്ദി. इस आशीषित समय के लिए हम आपको धन्यवाद देते हैं. പിതാവായ ദൈവമേ, पिता परमेश्वर, അങ്ങയുടെ പുത്രനെ ഞങ്ങൾക്ക് തന്നു. अपने पुत्र को आपने हमारे लिए दिया. അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി അങ്ങയുടെ പുത്രനെ തകർത്ത് കളഞ്ഞു. हमारे लिए आपने अपने पुत्र को कुचल दिया. അങ്ങയുടെ പുത്രനായ യേശു ക്രിസ്തുവിനെ ഞങ്ങൾക്ക് വേണ്ടി നീ കൈവിട്ടു. और आपके पुत्र यीशु मसीह को हमारे लिए आपने उसका हाथ छोड़ दिया. എന്തിനു വേണ്ടി? क्यों? ഞങ്ങളെ അങ്ങയുടെ കൂടെ ചേർത്ത് നിർത്താൻ. ताकि आप हमको आपके साथ बनाए रख पाए. ഞങ്ങൾ അതിന്റെ വില അറിയാത്തവരെ പോലെ, और उसके मूल्य को न जानने वाले, അതിനെ അറിയാൻ ആഗ്രഹമില്ലാത്തവരെ പോലെ, और उसे न जानने के लिए इच्छा भी नहीं रखने वाले, ഞങ്ങളുടെ കുറച്ച് ഇഷ്ടങ്ങളെ സാധിക്കാൻ सिर्फ हमारे कुछ इच्छाओं का അതിനെ पूर्तिकरण हो കർത്താവ് पाए, ഈ ഓടി നടന്നതല്ല. उसके लिए हम आपके पीछे दौड़ रहे थे. ഞങ്ങളത് താത്തു വെക്കുന്നു. पर हम उसे हटाते हैं. ഞങ്ങളുടെ ആഗ്രഹം യേശു ആകട്ടെ, हमारी इच्छा यीशु मसीह बन जाए, ഞങ്ങളുടെ കൊതി യേശു ആകട്ടെ, हमारा भूख यीशु मसीह बन जाए, ഞങ്ങളുടെ ഇഷ്ടം യേശു ആകട്ടെ. हमारा इच्छा यीशु मसीह बन ഞങ്ങളെ जाए. യേശുവിനെ മാത്രം ഇഷ്ടപ്പെടുന്നു. हम सिर्फ यीशु मसीह की इच्छा करते हैं, യേശുവിനെ സ്നേഹിക്കുന്നവരായി, सिर्फ यीशु मसीह पे യേശു प्रेम करने वाले, ക്രിസ്തുവിനെ ആരാധിക്കുന്നവരായി सिर्फ यीशु मसीह की आराधना करने वाले, ഞങ്ങളെ സമർപ്പിക്കുന്നു. उसके लिए हम समर्पित करते हैं. പ്രാർത്ഥന കേട്ടതിന് प्रार्थना सुना, इसके लिए धन्यवाद. മഹത്വം അങ്ങേക്ക്. महिमा आपको യേശുവിൻ നാമത്തിൽ. यीशु मसीह के नाम में. ആമേൻ. आमेन. ആമേൻ. आमेन. आमेन. പിതാവായ ദൈവത്തിന്റെ സ്നേഹം, पिता परमेश्वर का प्रेम, പുത്രനായ യേശു ക്രിസ്തുവിന്റെ കൃപ, पुत्र यीशु मसीह का कृपा, പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മ पवित्र आत्मा की संगति എല്ലാവരോടും കൂടെ सभी के साथ എപ്പോഴും ഉണ്ടായിരിക്കുമാറാകട്ടെ. सदा समय बनी रहे. ആമേൻ. आमेन. आमेन. ജയം തന്ന ദൈവത്തിന് സ്തോത്രം ചെയ്യാം. जय दिया हुआ परमेश्वर की महिमा करेंगे. हालेलुया, हालेलुया, हालेलुया. God bless you all.